നാമല്ലാതെ നമുക്കാരും. ജീവിതം മനോഹരമാക്കൂ ലഹരിയില്ലാതെ. Stay away from drugs. An initiative by Radio Malayalam 98.6 FM. നമസ്കാരം, ഇത് ഹഫീസ ഹസൻ. ഇവിടെ ലൈസൻസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സ്റ്റേ അവേ ഫ്രം ഡ്രഗ്സ് എന്നുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയാണ് പലരും ഡ്രഗ് അബ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ പിയർ ഗ്രൂപ്പ് പ്രഷർ കൊണ്ടും അവരുടെ മുന്നിൽ കൂളാവാനും തന്റെ വൈബല്ലെന്ന് പ്രൂവ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇതെല്ലാം തുടങ്ങുന്നത്. തുടക്കത്തിൽ ഇത് ഭയങ്കര രസമുള്ളതാണ്, വളരെ ത്രില്ലിംഗ് ആണ്. എല്ലാം വളരെ കളർഫുള്ളായും വളരെ തീവ്രമായും അനുഭവപ്പെടും. ഇതിന് കാരണം കാന്നബിസ്, MDMA പോലുള്ള മയക്കുമരുന്നുകൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന ഡോപാമൈൻ, സെറട്ടോണിൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഉണ്ടാക്കുന്ന അമിതമായൊരു വർധനവാണ്. അതുകൊണ്ടാണ് ഒരു കുറഞ്ഞ സമയം എല്ലാം നമുക്ക് വളരെ അത്ഭുതമായിട്ട് അനുഭവപ്പെടുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ ട്രാപ്പ്. ഈ എക്സ്റ്റസിക്ക് വലിയ ആയുസൊന്നുമില്ല. ഇതിന്റെ എഫക്റ്റ് പോകുമ്പോൾ നമ്മുടെ മനസ്സൊരു സാധാരണ രീതിയിലേക്ക് മടങ്ങി വരുന്നില്ല, മറിച്ച് ഒരു നോർമൽ ലെവലിനേക്കാളും താഴേക്കാണ് ഇടിയുന്നത്. ഇത് നമ്മളെ മന്ദതയിലേക്കും ആങ്സൈറ്റിയിലേക്കും ഇറിറ്റബിലിറ്റിയിലേക്കും തള്ളിവിടുന്നു. ഈ ഒരു തകർച്ച വീണ്ടും ആ പ്ലഷറിലേക്ക് എത്താൻ നമ്മുടെ ഉള്ളിൽ ഒരു ആസക്തി, ഒരു ക്രേവ് ഉണ്ടാക്കുന്നു. ഈ ഒരു ക്രേവിനെ ഓവർകം ചെയ്യാനായി നമ്മൾ വീണ്ടും ഡ്രഗ്സ് എടുക്കാൻ ഫോഴ്സ്ഡ് ആകുന്നു. നമ്മൾ അറിയാതെ തന്നെ ഇത് നമ്മളെ ടോളറൻസിന്റെ ട്രാപ്പിലേക്ക് അകപ്പെടുത്തുന്നു. നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും ഇത് നമ്മളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാകും. പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് വളരെ കൺട്രോൾ ഉണ്ട്, ഞാൻ ഒരു തവണ ഇത് യൂസ് ചെയ്യുകയുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അഡിക്ഷൻ നമ്മളോട് അനുവാദം ചോദിച്ച് കടന്നു വരുന്ന ഒരു സംഭവമല്ല, മറിച്ച് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് സൈലന്റ് ആയി നുഴഞ്ഞു കയറി നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ മനസ്സമാധാനത്തെയും നമ്മുടെ ബന്ധങ്ങളെയും സ്വപ്നങ്ങളെയും എല്ലാം നമ്മളിൽ നിന്ന് കവർന്നെടുക്കും. നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും നമ്മൾ ആ വിശ്വ സൈക്കിളിൽ അകപ്പെട്ടിട്ടുണ്ടാകും. ഡ്രഗ്സ് നമ്മുടെ ശരീരത്തെ മാത്രമല്ല ബാധിക്കുന്നത്, അത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തെ തന്നെ മാറ്റിമറിക്കുന്നു. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, നമുക്ക് സ്വയം തിരിച്ചറിയാനുള്ള കഴിവ്, നമുക്ക് ഓരോ കാര്യങ്ങളിലുമുള്ള ക്ലാരിറ്റി, ഇതിനെല്ലാം നശിപ്പിച്ച് നമ്മളെ ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും ഒറ്റപ്പെടലിലേക്കും ഇത് നമ്മളെ തള്ളിവിടുന്നു. തിരിച്ചു പിടിക്കാനാവാത്ത ഡാമേജുകൾ ഇത് നമ്മുടെ ഹാർട്ടിലും ബ്രെയിനിലും ലിവറിലും എല്ലാം ഉണ്ടാക്കുന്നു. ഇത് കേൾക്കുന്ന പാരന്റ്സിനോട് പറയാനുള്ളത്, എല്ലായ്പ്പോഴും ഒരു ചീത്ത കൂട്ടുകെട്ടല്ല കുട്ടികളെ ഈ ഡ്രഗ് അബ്യൂസിലേക്ക് നയിക്കുന്നത്. ചിലപ്പോഴെല്ലാം അവർക്ക് തുറന്നു പറയാൻ പറ്റാത്ത സൈലന്റ് പെയിനും ഇതിലേക്ക് നയിക്കാറുണ്ട്. അവർക്ക് അഡ്വൈസിനേക്കാൾ ഉപരി they just need to be seen, heard and understood. ഒരു ഉൾഭയമില്ലാതെ, ജഡ്ജ്മെന്റിന് ഭയപ്പെടാതെ എന്ത് കാര്യവും തുറന്നു പറയാൻ, ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ആക്കി കൊടുക്കണം നമ്മുടെ വീട്. യങ്സ്റ്റേഴ്സിനോടും കുട്ടികളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ഫ്യൂച്ചർ ഇതെല്ലാം വളരെ പ്രഷ്യസ് ആണ്. ഒരു കുറഞ്ഞ നേരത്തെ പ്ലഷറിന് വേണ്ടി ഒരു ലൈഫ് ടൈം പെയിനിലേക്ക് ഇതിനെ നിങ്ങൾ തള്ളിവിടരുത്. താങ്ക് യു. ജീവിതം മനോഹരമാക്കൂ ലഹരിയില്ലാതെ. Stay away from drugs. An initiative by Radio Malayalam 98.6 FM.